Hi friends, ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ബനാന ബോൾസ് ആണ്. അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ വഴിയെ പറഞ്ഞു തരാം. ബനാന ബോൾസിന് വേണ്ടി 2 പഴം ഞാൻ പുഴുങ്ങി എടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് വെള്ളം ഒഴിക്കാതെ പുഴുങ്ങിയതാണ്. ഇഡലി പാത്രത്തിൽ വെച്ചിട്ട് ആവി കയറ്റി എടുത്ത പഴമാണ്. ഇത് നമുക്ക് ഈ പാത്രത്തിലോട്ട് ഉടച്ചെടുക്കാം. ഇത് കൈകൊണ്ട് നന്നായിട്ട് ഉടച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കരുത്. കട്ടയൊന്നും കുത്താതെ നന്നായിട്ട് ഉടച്ചെടുക്കുക. ഇപ്പം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്കൊരു 2 പിടി തേങ്ങ ചേർത്ത് കൊടുക്കാം. ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പഴത്തിന് ഇത്തിരി മധുരം കുറവുണ്ട്, അതുകൊണ്ട് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിനകത്ത് നമുക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്ക ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു 6 ഏലക്ക ഞാൻ പഞ്ചസാരയെ പൊടിച്ചതാണ്. അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ശകലം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ ബോൾസ് ആക്കി എടുക്കാം. ഇപ്പം ഒരു 1/2 കപ്പ് മൈദാമാവുണ്ട്. അത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയെടുക്കാം. നമുക്ക് ഈ ബാറ്ററിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഇപ്പം ബോൾസൊക്കെ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. ഇതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്ത ബനാന ബോൾസ്. ഇത് നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് നെല്ലാസ് കിച്ചൻ.